നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ബാരിക്കേഡ് ഉണ്ടല്ലോ, ഈ ബാരിക്കേഡിന്റെ അപ്പുറം KPCC ആസ്ഥാനമാണ്. ഈ ആസ്ഥാനത്തേക്ക് ഇന്ന് BJPയുടെ പ്രതിഷേധമുണ്ടായി. അക്രമാസക്തമായിരുന്നു. നീളുന്ന 2 മണിക്കൂർ ഈ ഒരു ഇടം യുദ്ധക്കളം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു അക്രമാസക്തമാകുന്ന രീതിയിലുള്ള പ്രതിഷേധ മാർച്ചാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യ തലസ്ഥാനം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നീറ്റുമായി ബന്ധപ്പെട്ട് നീറ്റ് എന്ന വിഷയം പുകയുകയാണ്. നീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധം. ഈ പ്രതിഷേധം കഴിഞ്ഞ 20ഓളം ദിവസങ്ങളായി ഈ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ സമരവുമായി എത്തുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ അരങ്ങേറുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കേരള BJP ഇന്ന് KPCC ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. നേമം MLA യും BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. പ്രവർത്തകർ ഇവിടെ എത്തുന്നു, KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നു, പോലീസ് ബാരിക്കേഡ് വെച്ച് മറയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഉദ്ഘാടനം BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രവർത്തകരൊക്കെ, അതായത് നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് മേയർ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ MLA മാരായ VB ഗോപകുമാർ, BB ഗോപകുമാർ, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രതിഷേധത്തിന് കാർമ്മികത്വം വഹിക്കാനെത്തുന്നു. അവർ സംസാരിക്കുന്നു. അതിനിടയിലാണ് ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ഇവിടെ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമരം ഒരു അക്രമ തലത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഈ ബാരിക്കേഡ് ഇവിടെ സ്ഥാപിച്ചത് പ്രവർത്തകർ ഇതിവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. പിന്നാലെ പോലീസും അതുപോലെ പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ബാരിക്കേഡ് ഇവിടെ നിന്ന് പ്രവർത്തകർ തള്ളി മാറ്റുകയുണ്ടായി. ശേഷം വലിയൊരു അക്രമം ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ഇവിടെ നിന്നാണ്. അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയതിനു ശേഷം പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ബാരിക്കേഡിന് പുറത്ത് കയറുകയും വലിയ അത്തരത്തിലുള്ള സാധാരണ രീതിയിലുള്ള സമര രീതികളൊക്കെ നടക്കുന്നതിനിടയിലാണ് വലിയ രീതിയിൽ ഇതൊരു അക്രമാസക്തമാകുന്ന തലത്തിലേക്ക് ഈ ഒരു സമരം കടന്നത്. പ്രത്യേകിച്ച് ഈ വീണ് കിടക്കുന്ന ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ചു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് നയിച്ചത്. ഈ ഒരു ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമായിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഒന്നും തള്ളും ഉണ്ടാവുകയുണ്ടായി. മാത്രമല്ല ഇതിന് പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ ഇതിന് മുന്നേ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. ശക്തമായ രീതിയിലായിരുന്നു ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മടങ്ങിയതാണ്. പക്ഷെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച സാഹചര്യം വന്നതോടെ അദ്ദേഹം തിരികെ എത്തുകയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ഈ ശക്തമായ ജലപീരങ്കി പ്രയോഗത്തിനിടയിലാണ് ഒരുപാട് പ്രവർത്തകർക്ക് ഈ ഒരു ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേൽക്കുന്ന തരത്തിലാണ് ജലപീരങ്കി പ്രയോഗം ഉണ്ടായത്. പ്രത്യേകിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിൽ ഒരു പ്രവർത്തകന് നട്ടലിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. വനിതാ പ്രവർത്തകയുടെ മുഖത്ത് അടിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. മറ്റൊരു വനിതാ പ്രവർത്തകയുടെ ശരീരത്തിൽ പോറലുകൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലൊരു അക്രമം എന്നതിലുപരി വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയുണ്ടായി. പിന്നീട് അപ്പുറം ആ വശത്ത് ബാരിക്കേഡ് തകർക്കുക, പ്രവർത്തകർ KPCCയുടെ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് അത്തരത്തിൽ വലിയ രീതിയിലേക്ക്, അതായത് അതിനപ്പുറത്തേക്ക് പോകാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി. പ്രതിഷേധക്കാർ പലതും വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. ഈ കാണുന്ന വടിയും വസ്ത്രങ്ങളും ഒക്കെ പോലീസിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നത്. വലിയ ഇത്തരത്തിൽ വടിയും മറ്റു വസ്തുക്കളും ഒക്കെ പോലീസിന് നേരെയും പ്രതിഷേധക്കാർ എറിയുന്ന സാഹചര്യം ഉണ്ടായി. ഇതടക്കമുള്ളവ എറിഞ്ഞു എന്ന് പറഞ്ഞ